കൂട്ടുകാരെ, ഞാൻ ഈ പറയണ റിവ്യൂ നാളത്തെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡാണ് കേട്ടോ. മുഴുവൻ കഥയും പറയുന്നുണ്ട്. എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അങ്ങനെ രേവതി ആവട്ടെ ശ്രുതിയുടെ അമ്മയോടും മാറി മാറി ചോദിക്കുന്നുണ്ട്. പക്ഷേ രേവതിയുടെ അമ്മ ഒന്നും പറയണില്ല കേട്ടോ. ഇപ്പോൾ രേവതി അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, അതല്ല അമ്മേ, മകളുടെ ഭർത്താവിൻ്റെ നമ്പറെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ രേവതിയുടെ അമ്മ ഒന്ന് ഭയക്കാണ്. ഇതൊക്കെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. ആ സമയത്ത് ഡോക്ടർ പെട്ടെന്ന് കയറി വരുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, ഡോക്ടർ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, ആൾ റിക്കവറി ആയിട്ടുണ്ട്, നല്ല ഫാസ്റ്റായിട്ട് റിക്കവറി ആയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ ഡോക്ടർ? ആ, ഇന്ന് ഡിസ്ചാർജ് ചെയ്യാലോ, അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ്. പക്ഷേ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് കാണിക്കണമെന്ന് പറയണം കേട്ടോ. അതല്ല, നിങ്ങളുടെ വീട് വഴിയകലാണെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചാലും മതി എന്ന് പറയാണ്. ആ സമയത്താണ് നേഴ്സ് ബില്ല് കൊണ്ട് കൊടുക്കുന്നത് ഡിസ്ചാർജിൻ്റെ. 18,000 രൂപ വന്നിട്ടുണ്ട്. സച്ചി പറയണ രേവതി 18,000 രൂപ ബില്ല്. അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയണ, അയ്യോ മോനെ, ഇത്രയും പൈസ ഞാൻ കാരണം ചിലവായില്ലേ എന്ന് പറയുമ്പോൾ സച്ചി പറയണത്, അത് സാരില്ലമ്മേ, ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ആ കാശ് എടുത്തു കൊണ്ടുവന്നിട്ട് ബില്ലടച്ചോളാം എന്ന് പറയണം കേട്ടോ. അങ്ങനെ സച്ചി രേവതിയോട് പറയണ, രേവതി നമുക്ക് പൈസ എടുത്തിട്ട് വരാം. അപ്പോൾ ആദീനും വിളിക്കുമ്പോൾ ആദി പറയാണ്, ഞാനില്ല, ഞാൻ മുത്തശ്ശിനെ വിട്ടിട്ട് എവിടേക്കില്ല എന്ന് പറയണം. അപ്പം മുത്തശ്ശി പറയാണ്, എന്നാൽ മോൻ ഇവിടെ നിന്നോ, നിങ്ങൾ പോയിട്ട് ബില്ലടച്ചിട്ട് വായോ എന്ന് പറയുന്നത്. അങ്ങനെ സച്ചിൻ രേവതിയും ബില്ലടയ്ക്കാൻ വേണ്ടി പോണ സമയത്ത് രേവതിക്ക് വല്ലാത്തൊരു സംശയം സച്ചിയോട് പറയാണ്, സച്ചി ചേട്ടാ, എനിക്ക് എന്തൊക്കെ സംശയം തോന്നണം. ഞാൻ ഇത്രയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവരെന്തോ തട്ടി കളിക്കണ പോലെ, എന്തൊക്കെ ഉള്ളിൽ ഒളിപ്പിക്കണ പോലെ, എന്തൊക്കെ മറക്കണ പോലെ എന്നൊക്കെ രേവതി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി, അത് നിൻ്റെ തോന്നലായിരിക്കും രേവതി, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ആശ്വസിപ്പിക്കുകയാണ്. അതല്ല, നമ്മൾ വീട്ടിൽ ആദീനെ കൊണ്ടുവന്നപ്പോഴും ആദിയോട് ചോദിക്കുമ്പോഴും ആദി പെട്ടെന്ന് ബാത്റൂമിലേക്കാന്ന് പറഞ്ഞിട്ട് ആദി പോണതായിട്ടാണ് കണ്ടതെന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ സംശയം പറയുമ്പോൾ സച്ചി അത് അംഗീകരിക്കില്ല. സച്ചി അത് ഒഴിവാക്കാൻ നോക്കുകയാണ് കേട്ടോ. നീ ഇനി ഇതൊന്നും വിചാരിച്ചിട്ട് ഇരിക്കണ്ട, എന്തായാലും എനിക്ക് ഓട്ടമുണ്ട്, നമുക്ക് വേഗം ബില്ലടച്ചിട്ട് പോകാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചിൻ രേവതിയും പോവാണ്. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രുതി എന്തായിരിക്കും, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വേഗം ശ്രുതിയുടെ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, അമ്മേ ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം പോകാൻ നോക്കാം. മോളെ നീ എന്താ ഈ പറയണത്? അവരോടൊരു വാക്ക് പറയാതെ പോവാ? സച്ചിയും രേവതിയൊക്കെ എത്ര നല്ല ആൾക്കാരാ. നല്ല ആൾക്കാരാ, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇവിടം വരെ എത്തിയത്. അമ്മ പറഞ്ഞിട്ട് കൈ പിടിക്കുകയാണ്. അത് ഗ്ലൂക്കോസ് കുത്തിയതിൻ്റെ ആ ഇതുണ്ടല്ലോ സൂചിയുടെ, അതിൽ അമർത്തി പിടിക്കുമ്പോൾ ആ അമ്മയ്ക്ക് വേദനിക്കണം. മോളെ എൻ്റെ കൈ, അമ്മ വേഗം വരാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മേനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോവാണ്. അങ്ങനെ അവർ അവിടുന്ന് മാറി നമ്മുടെ ശ്രുതിയുടെ ബന്ധുവിൻ്റെ വീട്, ഏതൊരു വീട്ടിൽ പോയിട്ട് താമസിക്കാൻ നിൽക്കുകയാണ്. ഈ സമയം സച്ചിയും രേവതിയും വീട്ടിൽ പോയിട്ട് പൈസ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അമ്മേനെ ഒന്ന് കണ്ടിട്ട് പോയിട്ട് ബില്ലടയ്ക്കാന്ന് വെച്ചിട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോൾ കാണാനില്ല. അപ്പോൾ സച്ചിക്ക് ആകെ ഇതായി, രേവതി എവിടെ പോയി അവർ? അപ്പോൾ ഇവിടെ ഒക്കെ നോക്കി, ബാത്റൂമിൽ അവിടെ നോക്കി, ആരെയും കാണാനില്ല. ലാസ്റ്റ് റിസപ്ഷനിൽ പോയിട്ട് ചോദിക്കുമ്പോഴാണ് അറിയണത് അവർ പോയി. അപ്പോൾ ബില്ല് ഒരു പെണ്ണടച്ചു എന്ന് പറയാണ്. ഒരു പെണ്ണടച്ചു എന്ന് പറയുമ്പോൾ രേവതിക്ക് ഒന്നുകൂടി സംശയവും. അപ്പോൾ രേവതി, ഇതിപ്പോൾ ഞാൻ സംശയിച്ച പോലെ തന്നെ ആയില്ലേ സച്ചേട്ടന് ഇപ്പോഴും ഒന്നും തോന്നണില്ലേ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറഞ്ഞു, എന്ത് തോന്നില്ല എന്നാണ് നീ ചോദിക്കണത്? ഒരു പെണ്ണടച്ചു എന്നല്ലേ പറഞ്ഞത്? ആ ഒരു പെണ്ണ് ഒരു പക്ഷേ അവരുടെ മകളായിക്കൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളിൽ നിന്നും അവരെന്തിനാണ് ഇതൊക്കെ മറക്കണമെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറഞ്ഞു, നീ ഇങ്ങനെ സംശയിച്ചിരുന്നോ? എനിക്ക് ഓട്ടമുണ്ട്, ഞാൻ പോകാൻ നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിനും കൂട്ടിയിട്ട് പോകാൻ നോക്കാൻ കേട്ടോ. ഈ സമയം ശ്രുതിയും അമ്മയും ആദ്യം കൂടിയിട്ട് വീട്ടിലെത്തി. അപ്പോൾ ശ്രുതി കുറേ അമ്മേനെ ഉപദേശിക്കുന്നുണ്ട്. അമ്മ, ഞാൻ അമ്മ അടുത്ത് പറഞ്ഞിട്ടില്ലേ, അമ്മയ്ക്ക് വൈകി അമ്മ മരുന്ന് വെച്ചിരിക്കും, എന്തിനാണ് ഇങ്ങനെ വെയിലെ കൊണ്ടൊക്കെ നടക്കണത്, എന്നെ അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കല്ലേ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ അപേക്ഷിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദി രേവതിനെയും സച്ചിനെ കുറിച്ച് പറയുമ്പോൾ ആദിയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനായിട്ടുള്ളൊരു എപ്പിസോഡാണ് നാളെ നിങ്ങൾ കാണാൻ പോണത്. ഞാൻ ചുരുക്കി പറഞ്ഞ കാരണം ഈ 4 മിനിറ്റൊന്നും ആരും കാണില്ലെന്നറിയാം. നമ്മൾ ഈ കഥ പറയുമ്പോൾ ഒന്നും ആരും കാണാനില്ല, കുഴപ്പമില്ല. പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സ്ട്രൈക്ക് കിട്ടി, അതാണ് ഇന്ന് പ്രൊമോ ഇടാൻ പറ്റാത്തത് കേട്ടോ. നിങ്ങൾക്ക് മാക്സിമം ഒറിജിനൽ പ്രൊമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. സ്ട്രൈക്ക് കിട്ടി, അതിന് വേറൊരു ചാനലിടാം. ഓക്കെ.